വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും ഉയർന്നുവന്ന സാമൂഹിക ജീവിതബോധം മനുഷ്യനിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി മനുഷ്യൻ വനാന്തരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും കൂടിവിട്ട് കൂടുമാറിയപ്പോൾ നിലനിന്നിരുന്ന പരസ്പര വിശ്വാസവും കൂട്ടായ്മയും നഷ്ടപ്പെട്ട് സ്വാർത്ഥത മാത്രമുള്ള പട്ടണ സംസ്കാരത്തിലേക്ക് മനുഷ്യൻ മാറിയപ്പോൾ സ്വർഗതുല്യമായ ഗ്രാമീണ ജീവിതം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒരു തനതായ ഗ്രാമം. ആനക്കയം സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന നാട്. ചെറിയ കുന്നുകളും മലകളും നിറഞ്ഞ മനോഹരമായ ഗ്രാമം. തീരങ്ങളെ തഴുകിത്തലോടി സമൃദ്ധി വിളയിക്കുന്ന കടലുണ്ടിപ്പുഴ. ഒരായിരം താളുകൾ തന്നാലും 1000 ദിനങ്ങൾ തന്നാലും തുഞ്ചൻ തത്തയെപ്പോലെ ഞങ്ങൾ പാടിക്കൊണ്ടു നടക്കും ഞങ്ങളുടെ പ്രിയ ഗ്രാമത്തെക്കുറിച്ച്. ഏറനാട് താലൂക്കിൽ മഞ്ചേരിക്കും മലപ്പുറത്തിനുമിടയിലാണ് ആനക്കയം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ കുന്നുകളും മലകളും വയലുകളും നിറഞ്ഞ ഈ പ്രദേശത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് താങ്ങായി കടലുണ്ടിപ്പുഴയും ഒഴുകുന്നു. ഇരുപത്തിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. പഞ്ചായത്തിൻ്റെ മൊത്തം വിസ്തൃതി 45.23 ചതുരശ്ര കിലോമീറ്ററാണ്. 2001 സെൻസസ് പ്രകാരം ജനസംഖ്യ പുരുഷന്മാർ 21,097 പേരും സ്ത്രീകൾ 22,187 പേരുമാണ്. ജനസാന്ദ്രത 957 പേർ ചതുരശ്ര കിലോമീറ്ററും സാക്ഷരത 73.86%. 1963 തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നത്. കളകളം പാടുന്ന പക്ഷിക്കൂട്ടങ്ങളുടെ ആശയകേന്ദ്രമായിരുന്ന കുളിർത്തനലേകിരുന്ന നമ്മുടെ ചീനിമരം, ആ സിരന്ത്രങ്ങളാൽ വഴിയാത്രക്കാർക്ക് കുളിർത്തനലേകിരുന്ന നമ്മുടെ മുതുമുത്തശ്ശിമരം നമുക്കിന്ന് അന്യമായിരിക്കുന്നു. ഹൈമാസ് ലൈറ്റ് നമുക്കിന്ന് സ്വന്തമായിരിക്കുന്നു. ആനക്കയം ഗവൺമെൻറ് UP സ്കൂൾ. 974 ഈ വിദ്യാലയത്തിൽ 5ാം തരത്തോടെ ക്ലാസ് തുടങ്ങിയപ്പോൾ 42 കുട്ടികളും സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ മദ്രസ കെട്ടിടത്തിലായിരുന്നു ക്ലാസ് തുടങ്ങിയിരുന്നത്. ഗ്രാമത്തിലെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തന കേന്ദ്രം അജ്ഞാനത്തിൻ്റെ അന്ധകാരമകറ്റി
വിജ്ഞാനത്തിൻ്റെ പൊൻപ്രഭ തൂകിക്കൊണ്ട് ഒരു തലമുറയെ മുഴുവൻ നേർവഴിക്ക് നയിക്കുന്ന പരിഭാവന കേന്ദ്രം. 986 കേരള സർക്കാർ ഇരുനില കെട്ടിടവും 990 DPPയുടെ 2 ക്ലാസ് മുറികളോടും കൂടിയ കെട്ടിടവും 997 ജില്ലാ പഞ്ചായത്ത് 4 ക്ലാസ് മുറികൾക്കാവശ്യമായ കെട്ടിടവും 2003 ബ്ലോക്ക് പഞ്ചായത്ത് സ്കൂൾ സ്റ്റേജ് നിർമ്മിച്ചു. ഞാൻ പഠിച്ച എൻ്റെ ആനക്കയം GP സ്കൂൾ കളിച്ചും ചിരിച്ചും കൗതുകങ്ങൾ തീർത്തും അന്നും ഇന്നും എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. നാല് ചുമരുകൾക്കുള്ളിൽ വേദനകൾ കടിച്ചമർത്തി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ മക്കൾ മറ്റു കുട്ടികളെപ്പോലെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന സ്വപ്ന പദ്ധതി. ഈ പദ്ധതിയാണ് ആനക്കയം പഞ്ചായത്തിനെ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അമ്മ കുഞ്ഞിനെ എന്ന പോലെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പുഴ. ഇവിടുത്തെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ജീവിത രീതിയെയും സ്വാധീനിച്ചുകൊണ്ട് തീരങ്ങളെ തഴുകിത്തലോടി സമൃദ്ധി വിളയിക്കുന്ന നമ്മുടെ കടലുണ്ടിപ്പുഴ. മനുഷ്യജീവിതത്തിന്റെ അനിവാര്യ ഘടകമാണ് ജീവജലം. ആനക്കയം പഞ്ചായത്ത് പൂർണ്ണമായും മഞ്ചേരി നഗരസഭയുടെ പകുതിയോളവും കുടിവെള്ളക്ഷാമത്തിന് അറുതി വരുത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഈ ഡാമും പുഴയുമാണ്. വരൾച്ചാ സമയങ്ങളിൽ കുടിവെള്ളക്ഷാമത്തിന് മോചനം നൽകുന്നതിനു വേണ്ടി ഈ സ്ഥിര ഡാമിന് മുമ്പ് മണൽ ചാക്കുകളാൽ താൽക്കാലിക തടയണകൾ നിർമ്മിച്ചിരുന്നു. പിന്നീട് നബാർഡിന്റെ സഹായത്തോടുകൂടി അതിമനോഹരമായ ഡാം ആനക്കയത്തിന്റെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു. നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യമായ ഈ പുഴയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമുക്ക് കഴിയട്ടെ. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഇതിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ. നമ്മുടെ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ജലം എല്ലാം ശുദ്ധമായ ജലമല്ല. ശുദ്ധമല്ലാത്ത ജലം അതിന് നിറമോ മണമോ അതേപോലെ രുചിയോ ഇല്ലാത്ത, തീർത്തും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ജലമാക്കി മാറ്റി ജനങ്ങൾക്ക് കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ ആനക്കയം വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശുദ്ധീകരണ പ്രക്രിയക്ക് പ്രധാനമായും 4 ഘട്ടങ്ങളാണ്. അതിലൊന്ന് പ്രകൃതിയാൽ തന്നെ നടക്കുന്ന ഏരിയേഷൻ അല്ലെങ്കിൽ ഏരിയേറ്റർ എന്ന് പറയും. 2 കൊയാഗുലേഷൻ, സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രക്രിയ. 3ാമത്തെ പ്രക്രിയയാണ് ഫിൽട്രേഷൻ. 4 ക്ലോറിനേഷൻ. ഈ 4 പ്രക്രിയക്ക് അനുബന്ധമായി ഉപപ്രക്രിയകളുണ്ട്. പ്രധാനമായും 4 പ്രക്രിയകളാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ പുഴയിൽ നിന്നും ലഭിക്കുന്ന തനതായ വെള്ളം. തൊട്ടിപ്പുറത്ത് കാണുന്ന വെള്ളമാണ് ആലം ചേർത്ത് ടെറിബിലിറ്റി കുറച്ച വെള്ളം. ഈ വെള്ളം പോകുന്ന ഓടകൾ ദിവസവും കഴുകി വൃത്തിയാക്കുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ ജീവനക്കാർ മതിയായ സംരക്ഷണം നൽകുന്നതുകൊണ്ടാണ് ഈ ജലം ഇത്രയും ശുദ്ധമായി കാണപ്പെടുന്നത്. കടലുണ്ടിപ്പുഴയുടെ ഓളങ്ങൾ തഴുകിത്തലോടി മണൽപ്പരപ്പിന് മീതെ 180.5 മീറ്റർ നീളത്തിൽ ആനക്കയം ചെക്ക് പോസ്റ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മരണത്തിലേക്കുള്ള പാലമെന്ന വിളിപ്പേരുള്ള ആനക്കയം പാലം 1967 ഏപ്രിൽ 14 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട്
പണിയിലേർപ്പെട്ട 12 ജീവനുകൾ മണ്ണിലമർന്നു. ദുഃഖത്തിൻ്റെ കഥ പറഞ്ഞ പാലം. മരണത്തിലേക്കുള്ള പാലമെന്ന വിളിപ്പേരിൽ അറിയപ്പെടാൻ കാരണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി ആനക്കയത്തെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ട ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം. കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഒന്ന്. മലപ്പുറം മഞ്ചേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗവേഷണ കേന്ദ്രം ആനക്കയത്തിനൊരു അഭിമാനമാണ്. തൊള്ളായിരത്തി സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം 1972 കാർഷിക യൂണിവേഴ്സിറ്റിക്ക് കൈമാറി. കേരളത്തിലെ പ്രധാനപ്പെട്ട നാണ്യവിളകളിലൊന്നായ കശുവണ്ടിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് 1972 കാർഷിക യൂണിവേഴ്സിറ്റിക്ക് കൈമാറി. കശുവണ്ടിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ ഈ സ്ഥാപനം മറ്റു മേഖലകളിലും കൂടി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നു.
2011 ഇത് കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കാർഷിക ഗവേഷണ കേന്ദ്രമായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു.